Good afternoon. Good afternoon, miss. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഫുഡ് കഴിച്ചു എല്ലാവരും? കഴിച്ചു മിസ്സേ. Miss കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഇനി ക്ലാസ് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. ഓക്കെ. വിശക്കില്ലേ? എന്തോ? വിശക്കില്ലേന്ന്? ഇല്ല, ഞാന് വൈകിയാണ്. എനിക്ക് 12:30 ക്ലാസ് തുടങ്ങിയതാ. അപ്പൊ അതിന് മുമ്പ് കുറച്ച് വൈകിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? ഞാനാണ് മിസ്സേ. Thank you for the last day. Bless us in our works and play. Help us to be kind and true in everything we say and do. Thank you, miss. Thank you all. Thought of the day, ma'am. Dream is not that which you see while sleeping. It is something that does not let you sleep. APJ Abdul Kalam. Thank you. Sign in, ma'am. Good afternoon, Ashwini. I'm Lijimor. A warm welcome to our Montessori online class. First, I honestly welcome to Ashwini ma'am and dear friends. We are excited to be joining today's online class. In the last class, we are learned about different types of canvassing and premises and building maintenance. Today, we are going to learn about discipline and maintenance. Let's make most of this opportunity and enjoy this class. Thank you, ma'am. ഓക്കെ. ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറിയോ ആക്ഷൻ സോങ്ങോ? Story ഉണ്ട് മിസ്സേ. The ant and the bread. One day, a little ant was looking for food. She found a big piece of bread near the river. The bread was too heavy, but the ant pulled and pulled. Suddenly, the bread fell into the water. Oh no, said the ant. A kind fish saw the bread and pushed it to the shore. Thank you, fish, said the ant. The ant carried the bread home and shared it with her friends. Moral: kindness always comes back to you. Thank you, miss. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ ഈ ചാപ്റ്ററിന് ശേഷം, അതായത് സ്കൂൾ മാനേജ്മെന്റിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് പാർട്ട് 2-ലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് കേട്ടോ. അപർണ മിസ് എടുത്തിട്ടില്ലല്ലോ? ആരും എടുത്തിട്ടില്ലല്ലോ ചാപ്റ്റർ? നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ ഒരു പാർട്ട് 2-ൽ ഏതെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് ടേം എക്സാം വരുമല്ലോ, അപ്പൊ നമുക്ക് അതാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എടുക്കാനുള്ളത് ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ് ആണ് അല്ലേ? ആണോ? അതെ അതെ, അത് കുറച്ച് 2 പാരഗ്രാഫ് എടുക്കും പറഞ്ഞിരുന്നു. 2 പാരഗ്രാഫ്. ആ ചെറിയ 2 പാരഗ്രാഫ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങാം. ഡിസിപ്ലിൻ ഈസ് നോട്ട് ലൈക്ക് ഇന്റലിജൻസ് ടു കം ബൈ നേച്ചർ, ഇറ്റ് കംസ് ബൈ ഓൺലി പ്രാക്ടീസ്. So every teacher has a duty to foist discipline then and there. If she finds default in this, she has the right to take a punitive action against them. അതായത് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. അതായത് പ്രാക്ടീസിലൂടെയാണ് നമ്മുടെ ഡിസിപ്ലിൻ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. നമുക്കറിയാമല്ലോ, അതായത് ഓരോ ആളുകളും പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ നന്നാക്കുന്നത് പ്രാക്ടീസിലൂടെയാണ്. ഓക്കെ, ആർക്കും അത് ജന്മനാ കിട്ടില്ല അല്ലെ? ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യില്ല, ഒരു കുഞ്ഞിന് ഡിസിപ്ലിൻ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അവന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ, അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അതിലൂടെയാണ് അവൻ പ്രാക്ടീസ് ചെയ്ത് ഡിസിപ്ലിൻഡ് ആകുന്നത്. ഓക്കെ, നല്ലൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറുന്നത്. ഓക്കെ, then the teacher also should keep discipline and be the model of the to the students. She should completely avoid bad habits such as gossiping, nail picking, etc. And if she finds the co-staff is doing such,
She should not be right to enhance discipline, which will create problems, but she can give friendly talk to them separately. ഓക്കെ, അതായത് ടീച്ചർ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ മോഡൽ ആകണം എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ടീച്ചേഴ്സ് മോഡൽ ആയിട്ട് ഉണ്ടാവുമല്ലോ, ഇല്ലേ? നിങ്ങള് സ്കൂളിലുള്ള ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കോളേജിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കാം. നിങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരിക്കും, അല്ലെ? ഉണ്ടാവും, ഉണ്ട്. ആ ടീച്ചറെ കുറിച്ചൊന്ന് പറയാമോ? ടീച്ചറെ കുറിച്ച് ഒന്ന് പറയാമോ? ഒന്ന് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഞങ്ങൾക്ക് 10th മാത്സ് എടുത്തോടുന്ന ഒരു ഓമന എന്ന് പറഞ്ഞിട്ട് ടീച്ചറായിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ കൈയും കാലൊക്കെ വിറയ്ക്കും. അത്രയും പേടിയാ ആ ടീച്ചറിനെ. നമുക്ക് ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ആള് ക്ലാസ് എടുക്കുള്ളൂ. എത്ര പോർഷൻസ് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ ആള് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഹോംവർക്ക് ചെയ്യാത്തവരെ ക്ലാസ്സിന് പുറത്ത് നിർത്തും. പിന്നെ ചെയ്ത് വന്നിട്ട് ടീച്ചർക്ക് ഇപ്പൊ ഓരോരുത്തരെയും ടീച്ചർക്ക് അറിയാലോ. അപ്പോ ടീച്ചർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ തന്നെയല്ല ചെയ്തത് തോന്നി കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് ബോർഡുമ്മ ചെയ്യിപ്പിക്കും. ടീച്ചർക്ക് ഓരോ കുട്ടികളെയും ടീച്ചർക്ക് ഇങ്ങനെ കണ്ടറിയാലോ അവര് തന്നെ ചെയ്യാൻ പറ്റുമോ. അപ്പൊ അത് കാരണം എല്ലാവരും ചെയ്തു വരും ഹോംവർക്ക്. ആ ടീച്ചറ് ഭയങ്കര പുലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുലിയായിരുന്നു. സ്കൂളിൽ മൊത്തം ആ ടീച്ചറിനെ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ടീച്ചറെ ഞാൻ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടു. ടീച്ചറും ടീച്ചറുടെ മകന്റെ ഭാര്യയും കൂടിയിട്ട് വന്നിരിക്കുക. ഭയങ്കരമായിട്ട് വയസ്സായി. ഞാൻ ചെന്ന് വേഗം കയ്യുമ്മ പിടിച്ച് ടീച്ചറെ എന്ന് വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു. ടീച്ചറിൻ്റെയും ഞാനും കരഞ്ഞു കുറെ. അത്രയും പുല്ലിയായിട്ടുള്ള ഒരു ടീച്ചറിന് വയസ്സായി, നല്ലോണം പ്രായമായി. അപ്പോ എനിക്കത് ഭയങ്കര സന്തോഷമായി. ടീച്ചറോട് ഇങ്ങനെ കുറെ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് മരുമകളോട് പറഞ്ഞു ടീച്ചറെ സ്കൂളിലെ പുലിയായിരുന്നു, ഇപ്പൊ ടീച്ചർക്ക് പ്രായമായി. പറഞ്ഞു അമ്മ ഇപ്പോഴും അത് പറഞ്ഞ് കരയാറുണ്ട്. സ്കൂളിൽ പോണം, ഇപ്പോഴും അമ്മ ഇടയ്ക്ക് പറയും എനിക്ക് സ്കൂളിൽ പോയിരിക്കണം എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു ടീച്ചർ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു അനുഭവമാണ്. ആ ടീച്ചർ എപ്പോഴും മറക്കില്ല നമുക്ക്. മാത്സ് ഒക്കെ അത്രയും ഇതായിട്ട് പഠിപ്പിച്ചു തന്ന് നമ്മളെ ചെയ്ത് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ട് ടീച്ചർ പിന്നെ അടുത്തതിലേക്ക് കടക്കുള്ളൂ. അത്രയും നല്ലൊരു ടീച്ചറാണ്. മറക്കില്ല ഒരിക്കലും ആ ടീച്ചറിനെ. ഓക്കെ മാം. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടോ. നിങ്ങളുടെ ബെസ്റ്റ് ടീച്ചർ, നിങ്ങളുടെ റോൾ മോഡൽ ആയിട്ട്. എൻ്റെ 6th സ്റ്റാൻഡേർഡിലാണ്. ആ ടീച്ചറുടെ പേര് പത്മ എന്നാണ്. ടീച്ചർ ഞങ്ങളുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്ന് ഫസ്റ്റ് ക്ലാസ് ടീച്ചറാകുന്ന ഞങ്ങളുടെ ക്ലാസ്സിലാണ്. അപ്പോൾ ടീച്ചർ ഇംഗ്ലീഷ് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. ടീച്ചർ എല്ലാ പിള്ളേരെയും ഒരേപോലെ കണ്ട് അത് കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. നന്നായിട്ട് പഠിപ്പിക്കും പുള്ളിക്കാരി. എല്ലാവരെയും സ്നേഹത്തോട് നിർത്തി ഒരേ കണക്ക് ചെയ്യുള്ളൂ. പിന്നെ പുള്ളിക്കാരി നമ്മൾ 7th മാറിയപ്പം പുള്ളിക്കാരി 6th ക്ലാസ് ടീച്ചർ, സെയിം ക്ലാസ് ടീച്ചർ. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും പഠിക്കാത്ത ഒരു ആൺകുട്ടിയെ ടീച്ചർ പിടിച്ച് അവിടുത്തെ ക്ലാസ്സിലെ ലീഡറാക്കി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ടീച്ചർ എന്തുകൊണ്ട് ആ കുട്ടിയെ ഇങ്ങനെ ക്ലാസ്സിലെ ലീഡറാക്കാൻ കാരണം. അപ്പം ടീച്ചർ പറയാന്ന് വെച്ചാൽ ആ കുട്ടിയാണ് ആ ക്ലാസ്സിലെ ഏറ്റവും തല്ലിപ്പൊളിയും ഏറ്റവും എന്തുള്ള സംസാരവും കാര്യങ്ങളെല്ലാം. അപ്പൊ പുള്ളിക്കാരൻ ലീഡർ ആവുമ്പോൾ അവൻ ആ ഒരു ഉത്തരവാദിത്വം അവിടെ വരും. ആ രീതിയിൽ ആ കുട്ടിയെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിൽ ടീച്ചർ അത് ചെയ്തു. അതൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ആരാണ് പറയാനുള്ളത്? മിസ്, എനിക്ക് പറയാനൊക്കെ അങ്ങനെ ഒന്നും അങ്ങനെ അനുഭവങ്ങളല്ല. പക്ഷെ ടീച്ചർ LP സ്കൂളിലെ ടീച്ചറായിരുന്നു ഞങ്ങളുടെ. അപ്പൊ അതുപോലെ തന്നെ അന്നൊക്കെ നമുക്ക് ഈ പേടിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര പേടിയായിരുന്നല്ലോ, പേടിയാണല്ലോ. പക്ഷെ ഈ ടീച്ചർ എന്ന് പറയുമ്പോൾ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. പിള്ളേരുടെ ഒക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് അന്ന് ആ ടീച്ചർ ഇഷ്ടമായിരുന്നു കേട്ടോ.
പിന്നെ ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ടീച്ചർ അങ്ങനെ ആ ഗ്രൂപ്പിലുണ്ടായി. അപ്പൊ അങ്ങനെ വിശേഷമൊക്കെ ചോദിക്കും. പിന്നെ ഞങ്ങളിപ്പോ ഇടയ്ക്ക് ഫോണൊക്കെ വിളിക്കും, മെസ്സേജ് ഒക്കെ അയക്കും അങ്ങനെ. അപ്പൊ ഇപ്പൊക്കെ നല്ല നല്ല ഇഷ്ടമാണ് ടീച്ചറെ. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ടീച്ചറോട്. അങ്ങനെ അത്രയുള്ളൂ. ഇനി ആർക്കാ പറയാനുള്ളത്? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചറിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കും ഇല്ലേ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് വേറെ? ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കില്ല ടീച്ചേഴ്സ് എടുക്കുന്നേ, അങ്ങനെയുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ തോന്നാറില്ല. അങ്ങനെ തോന്നാറില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നത് പറയുന്നത് ടീച്ചർ എന്ന് പറഞ്ഞാല് സ്റ്റുഡൻസിന്റെ മോഡൽ ആയിട്ടാണ് അവര് ടീച്ചേഴ്സിനെ കാണുന്നത്, അല്ലെ? ചില ടീച്ചേഴ്സ് വരുമ്പോൾ നമുക്കറിയാം, ഒരു ക്ലാസ് റൂമിൽ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. ചില ടീച്ചേഴ്സിന്റെ ടീച്ചിങ് സ്റ്റൈല് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഓക്കെ, അതായത് എല്ലാ ടീച്ചേഴ്സിനും ഒരേപോലെ ആയിരിക്കില്ല ടീച്ചിങ് മെത്തേഡ് ഉണ്ടായിരിക്കും. ഓരോ ടീച്ചേഴ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള ടീച്ചിങ് സ്റ്റൈലാണ് ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ, ഞങ്ങൾ പല ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? എല്ലാവർക്കും ഒരേപോലുള്ള ടീച്ചിങ് സ്റ്റൈലാണ് ഉള്ളത്, ആണോ? അല്ല അല്ല, വ്യത്യസ്തമാണ്, അല്ലെ? അപ്പോ ഓരോ കുട്ടികൾക്കും ഓരോ ആ ടീച്ചിങ് സ്റ്റൈല് വെച്ചിട്ട് ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെടാം. ഓക്കെ, മാറി മറിയാം. ഓക്കെ, അതായത് ഇന്ന ടീച്ചറിനെ ഇഷ്ടപ്പെടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവരുടെ ടീച്ചിങ് മെത്തേഡ് വെച്ചിട്ടാണ് കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോ ചില ടീച്ചേഴ്സ് വരുമ്പോൾ നമുക്കറിയാം, ആ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ, അവരുടെ ടീച്ചിങ് സ്റ്റൈൽ, അവരുടെ ടീച്ചിങ് മെത്തേഡ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ജനറൽ അപ്പിയറൻസ്, അവരുടെ ഡ്രസ്സിങ് നമ്മൾ ശ്രദ്ധിക്കാം, അവരുടെ ആക്സസറീസ് ശ്രദ്ധിക്കാം, അല്ലെ? ഡ്രസ്സിങ്ങും മറ്റൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല സാരിയൊക്കെ എടുത്ത് വരുന്ന ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നല്ല എന്താ പറയാ, ആ ഡ്രസ്സിനനുസരിച്ച് ഓർണമെന്റ്സ് ഇടുന്ന ടീച്ചേഴ്സ്, അതുപോലെ ഹെയർ ശ്രദ്ധിക്കാറുണ്ട്, പിന്നെ അവരുടെ നടത്തം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട് കുട്ടികള് അവരുടെ ഉള്ളിലേക്ക് എടുക്കും. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ആ ഒരു ടീച്ചിങ് മെത്തേഡിന്റെ കൂടെ പ്ലസ് അവരുടെ ഡ്രസ്സിങ്, അതുപോലെ അവരുടെ എന്താ പറയാ, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കുട്ടികൾ നോക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ടീച്ചറിനെ മോഡലാക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു കുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആ ടീച്ചർക്ക് ഉണ്ടാവും, അല്ലെ? ആ ടീച്ചറെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും അതിനകത്ത്. ഓക്കെ, ചിലപ്പോൾ അവരുടെ ഡ്രസ്സിങ് രീതികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ, അവരുടെ സംസാര രീതിയായിരിക്കാം. ചില ടീച്ചേഴ്സിന് നല്ല സൗണ്ട് ഉണ്ട്, നല്ല ശബ്ദമുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചില രീതികളായിരിക്കാം. അങ്ങനെ ചിലർ നന്നായിട്ട് പഠിപ്പിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടാകാം. ഓക്കെ, ഒരു പ്രാവശ്യം ആ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ മതിയാകും, ചിലപ്പോൾ വേറെ നോട്ടുകളും കാര്യങ്ങളും ഒന്നും നോക്കേണ്ടി വരില്ല. അപ്പൊ അങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ രീതികളും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കുട്ടികൾ കൂടുതൽ മോഡൽസ് ആക്കി എടുക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും മോഡൽസുകളാണ്, അല്ലെങ്കിൽ മോഡലുകളാണ്, കുട്ടികളുടെ മോഡലുകളായിട്ടാണ് അവരെ കാണുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ, അതായത് ഈ ഒരു കുട്ടികൾ എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ മോഡലായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ടീച്ചേഴ്സിന് ചില മോശം ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് ചില ടീച്ചേഴ്സ് നമുക്കറിയാം, അല്ലെ? ഇവിടെ പറയുന്നത് ഷീ ഷുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ് സച്ച് ആസ് ഗോസിപ്പിംഗ്. ഓക്കെ, ചില ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ ഇരുന്ന് പരദൂഷണം പോലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്, അല്ലെ? ഇല്ലേ? ക്ലാസ് റൂമിലല്ല, സോറി, സ്റ്റാഫ് റൂമില്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടൊക്കെ സ്റ്റാഫ് റൂമിലൊക്കെ ചെല്ലുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോ തർക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ നടക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. എല്ലായിടത്തും നടക്കുന്നതല്ലോ ഞാൻ പറഞ്ഞത്, ചില കേസുകളിൽ അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശീലങ്ങൾ, അതായത് ഗോസിപ്പിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ നെയിൽ ബിറ്റിംഗ്, ചിലര് നഖം കടിക്കും അല്ലെ, അതായത് കുഞ്ഞുങ്ങളിൽ ചിലർക്കുള്ള ശീലമാണ് നെയിൽ ബിറ്റ് ഉള്ളത്, അതായത് നഖം കടിക്കാന്നുള്ളത്. അപ്പൊ ആ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്, അത് പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കോ സ്റ്റാഫുമായിട്ട്, അതായത് അവരുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന മറ്റ് കൊളീഗ്സുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോവുക. ഓക്കെ, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാക്കാതെ നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് കുട്ടികൾ അത് എന്താ പറയുക മോഡലായിട്ട് എടുക്കുക. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട്, അതായത് ഞാൻ പറഞ്ഞത് പാർട്ട് 2 ആണ് കേട്ടോ. Part 2, Unit 10, Individual Differences. ടെക്സ്റ്റ് ബുക്കിൽ എടുത്തോ, ടെക്സ്റ്റ് ബുക്ക് എടുത്തോ നിങ്ങള്? ഓക്കെ, എടുത്തു. അപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പേജ് റീഡ് ചെയ്യാം. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം.
റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞായിരുന്നോ? ഫസ്റ്റ് പാരാഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഐഡിയ കിട്ടിയോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഫസ്റ്റ് പാരാഗ്രാഫ് മഞ്ജു പറഞ്ഞോളൂ. മഞ്ജു. ഓക്കെ. വ്യക്തിപരമായ വ്യത്യാസങ്ങൾ കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ അൺക്വസ്റ്റ്യനബിൾ ഫാക്ട്. അതായത് ഒരു വ്യക്തിയും ഒരു വ്യക്തിയെ പോലെ അല്ല, അതാണ് പറയുന്നത് അല്ലേ? ദേ ആർ നോട്ട് എക്സാക്ട്ലി അലൈക്ക് ഇൻ ഓൾ റെസ്പെക്ട്സ്. എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയെ പോലെ എല്ലാ കാര്യങ്ങളും മൊത്തം ഒരു വ്യക്തിയുമില്ല. നമ്മള് ഏതോ ഒരു ദൈവിക കാര്യത്തിൽ പോലും കേട്ടിട്ടുണ്ട്, ഒന്നുപോലെ ഒന്നില്ലാതെ ഉള്ളതിൽ എന്ന്. അതാണ് ഈ ഇവിടെ പറയുന്ന സാധനം. നോ ടു ഇൻഡിവിജ്വൽസ് ആർ സിമിലർ. ഓരോ രണ്ട് വ്യക്തികളെ, എസ്പെഷ്യലി ട്വിൻസിനെ എടുത്താൽ പോലും അവരുടെ ഏതെങ്കിലുമൊക്കെ സ്വഭാവത്തില്, കാഴ്ചയിലായാലും സ്വഭാവത്തിലായാലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദെയർ ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അതർ പേഴ്സണാലിറ്റി ട്രെയിൽസ്. ഓരോ വ്യക്തിയും അവരുടെ ബുദ്ധിപരമായും അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ താല്പര്യങ്ങളും, ആറ്റിറ്റ്യൂഡിന്റെ അർത്ഥം വരുന്നില്ല, അവരുടെ പേഴ്സണാലിറ്റി സ്വഭാവങ്ങളിലും എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. These disparities between individuals that separate them from one another and make one as a distinctive individual. ഈ വ്യത്യാസങ്ങളെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ വ്യത്യസ്തമാക്കുന്നത്. ഈ വ്യത്യാസത്തെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. മഞ്ജുനോട് ഞാൻ അടുത്തൊന്നും ചോദിക്കോട്ടെ, അപ്പൊ പറയണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. മഞ്ജു പറഞ്ഞത് എല്ലാം കറക്റ്റ് ആണ്. നിങ്ങൾ എല്ലാരും ഇത് വ്യക്തമായിട്ട് മഞ്ജു പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം, മനുഷ്യനെന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യനെന്ന് പറയുന്നത് ഏകദേശം കാഴ്ചയിൽ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കാം. ഒരുപോലെ ആകുന്നതെന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, അല്ലെ? കഴുത്തുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. അപ്പോ ആ ഒരു കാഴ്ചയിൽ ചിലപ്പോ ഏകദേശം എന്താണ്, എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്, സിമിലർ ആണ്. പക്ഷേ അവരിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. എല്ലാവർക്കും കണ്ണും ചെവിയും മൂക്കും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, അതൊക്കെ ഒരേപോലെയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ മനുഷ്യരെയും നമ്മൾക്ക് ഒരുപോലെ കാണാനായിട്ട് സാധിക്കില്ല. ചില വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, മനുഷ്യന് ഉണ്ടാവാറുണ്ട്. ഓക്കെ, രണ്ട് വ്യക്തികള് തീർത്തും എന്താ പറയാ ഒരുപോലെ അല്ല. ചിലതിൽ സിമിലർ ആണെങ്കിലും മറ്റു ചിലതിൽ എന്താണ്, അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇരട്ടകൾക്ക് പോലും നമുക്കറിയാം ട്വിൻസ് ഉണ്ട് അല്ലെ? അവര് നമുക്ക് ഏകദേശം ഒരു കാഴ്ചയിൽ കണ്ടാൽ രണ്ടുപേരും ഒരേപോലെ ഇരിക്കും. പക്ഷെ അവരുടെ കാഴ്ചയിലോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ട് അവരുടെ സ്വഭാവത്തിലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലെ? ഇപ്പൊ ട്വിൻസിനാണെങ്കിൽ അച്ഛനമ്മമാർക്ക് പെട്ടെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ഇല്ലേ? ട്വിൻസിന്റെ അച്ഛനമ്മമാർക്ക് പാരന്റ്സിനെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ലേ? ഏത് കുട്ടിയാണെന്ന് പറയാൻ പറ്റില്ലേ? എങ്ങനെയാണ് പറയുന്നത്?
എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ രണ്ടുപേരും രണ്ടിരട്ടകളായാൽ പോലും അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. അപ്പോ രണ്ടിരട്ടകളായാൽ പോലും അവര് ഒരേപോലെ ആയിരിക്കില്ല ഉണ്ടാവുക. അവരുടെ കാഴ്ചയിലും അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലും അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതായത് നിങ്ങളൊക്കെ തന്നെ മനുഷ്യരാണ്, അല്ലെ? ഇൻഡിവിജ്വൽസ് ആണ്. ഈ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷെ ആ ഓരോരുത്തർക്കും എന്താണ് ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക ഓരോ കാര്യങ്ങൾ, അല്ലെ? ചിലപ്പോൾ ഇന്റലിജൻസിന്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിന്റെ കാര്യത്തിലാകാം, ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഓരോ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഓരോ മനുഷ്യരും ബുദ്ധിയിലും അതുപോലെ തന്നെ അവന്റെ താല്പര്യങ്ങളിലും സ്വഭാവങ്ങളിലും ഒക്കെ എന്താണ് വ്യത്യസ്തരാണ്. എല്ലാവരും മനുഷ്യര് തന്നെയാണെന്ന് പറയുന്നതെങ്കിൽ കൂടിയും ഓരോ മനുഷ്യരിലുമുള്ള ബുദ്ധി വ്യത്യാസമാണ്, അല്ലെ? എനിക്കുള്ള ബുദ്ധി ആയിരിക്കില്ല നിങ്ങൾക്കുള്ള ബുദ്ധി എന്ന് പറയുന്നത്, അല്ലെ? ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധി കൂടുതലായിരിക്കാം, എനിക്ക് ബുദ്ധി കുറവായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചില ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, അല്ലെ? താല്പര്യങ്ങൾ, എനിക്കുള്ള താല്പര്യങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ള താല്പര്യങ്ങൾ, വ്യത്യാസം വരാം, അല്ലെ? അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളിലും, അതായത് സ്വഭാവങ്ങളിലും, ഓക്കെ, എന്റെ സ്വഭാവം ആയിരിക്കില്ല ചിലപ്പോ നിങ്ങളുടെ സ്വഭാവം. അപ്പൊ അതിലും എന്ത് ചെയ്യാറുണ്ട്, വ്യത്യാസം വരാറുണ്ട്. അപ്പൊ ഓരോ മനുഷ്യനെയും വേർതിരിച്ചു നിർത്തുന്നത് ഇങ്ങനെയുള്ള ചില ഗുണങ്ങളാണ്. അതായത് ഓരോരുത്തരും ഡിഫറെന്റ് ആണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില ഡിഫറൻസസ് അല്ലെങ്കിൽ ഇതിനുള്ള ചില എന്താ പറയാ ചില ഗുണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തില് ഓരോ മനുഷ്യരിലെയും ഓരോരോ കാര്യങ്ങള് പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിനെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. ഓക്കെ, പല വ്യക്തികള്, അതായത് ഓരോരോ വ്യക്തികൾക്കും അവർക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ചിലവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് കൂടുതലായിരിക്കാം, ചിലവർക്ക് കുറവായിരിക്കാം, അല്ലെ? നിങ്ങൾക്ക് അറിയാലോ, ചില ആളുകൾക്ക് എപ്പോഴും രോഗം വന്നുകൊണ്ടിരിക്കും, ചില ആളുകൾക്കാണെങ്കിൽ റയർ ആയിട്ടേ ഇത് വരാറുള്ളൂ. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്, അല്ലെ? അതുപോലെ തന്നെ ചില ആളുകൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കാം, എന്നാൽ ചില ആളുകൾ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ദേഷ്യപ്പെടാത്ത ആളുകളായിരിക്കാം. ഇനി മറ്റു ചിലവരെന്ന് പറയുന്നത് പെട്ടെന്ന്, അതായത് എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് ആയിരിക്കും, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് നിലവിളിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്ന ആളുകളായിരിക്കാം. എന്നാൽ മറ്റു ചിലരെന്ന് പറയുന്നത് കുറച്ച് വിൽ പവർ ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ അത്തരത്തിൽ ആളുകളുടെ സ്വഭാവങ്ങളിലും അതുപോലെ തന്നെ അവന്റെ താല്പര്യങ്ങളിലും അവന്റെ ബുദ്ധിയിലും കഴിവിലും ഒക്കെ എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഇതിനെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ രണ്ട് പോയിന്റ് നിങ്ങള് രണ്ട് പോയിന്റ് ഉള്ള ആദ്യത്തെ പോയിന്റിന്റെ രണ്ട് സബ് പോയിന്റ് വരുന്നത് വായിക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് വായിക്കുക, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അത് കഴിഞ്ഞിട്ട് A, B എന്ന് കൊടുത്തിട്ടുണ്ട്, അത് മാത്രം ഒന്ന് റീഡ് ചെയ്യുക. അത് രണ്ടും ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇപ്പൊ റീഡ് ചെയ്യട്ടാ. റീഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു നേരത്തെ. എന്താണ് മനസ്സിലായത് ആദ്യത്തെ പോയിന്റില്? നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മഞ്ജു പോയോ? ഇല്ല, ഉണ്ട്. ആ നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ ആ ഫസ്റ്റ് പോയിന്റും അതിന്റെ സബ് പോയിന്റും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ, nature of individual difference. The nature of individual difference can be briefed as follows. Individual differences are one of degree, not one of kind. അതൊരു നമുക്ക് തരുന്ന ഒരു അവാർഡ് പോലെയാണ് ഡിഗ്രി. അതായത് ഒരു തരം മനുഷ്യരല്ല, അവരുടെ ഒരു സ്റ്റാൻഡേർഡിന്റെ ഒരു ലെവല് അതായിരിക്കാം ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ആൾ പേഴ്സൺസ് ടു ഹാവ്, അല്ലേ മാം? പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആൾ പേഴ്സൺസ് ഡു ഹാവ് കോമൺ ഹ്യൂമൻ റൈറ്റ്സ്. എല്ലാ മനുഷ്യർക്കും പൊതുവായ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. ബട്ട് ദ എമൗണ്ട് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സച്ച് ട്രയൽസ് ഡിഫർ ഫ്രം പേഴ്സൺ ദാറ്റ് ലീഡ്സ് ടു യുണിക്യൂനെസ് ഓർ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. അവരുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും
യുണിക്നെസ്, തുല്യതകൾ, അതായത് ചില കാര്യങ്ങളിൽ ഒന്നുപോലെ ആയിരിക്കും, ചില കാര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായിരിക്കും. അതനുസരിച്ചാണ് അത് വേരി ചെയ്തിരിക്കുന്നത്. സോ ദ കൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മീൻസ് ടു quantitative differences found among the individuals in respect of a specific trait or various traits. ഒരു പ്രത്യേക സ്വഭാവം കൊണ്ടോ അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സ്വഭാവങ്ങൾ കൊണ്ടോ അവരുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് among the individuals. അതായത് പൊതുവായ സ്വഭാവങ്ങൾ കൊണ്ടോ ചില പ്രത്യേക സ്വഭാവങ്ങൾ കൊണ്ടോ അവരെ തരംതിരിക്കാൻ. അവിടെ ഞാൻ തോറ്റ്. ഇത്രയും കിട്ടുന്നോളൂ വേണം എനിക്ക്. Okay, ഞാൻ പറഞ്ഞുതരാം. Individual differences are one of degree, not one of kind. All persons do have common human traits, but the amount and the properties of such traits differ from person that leads to uniqueness of personality and behavior. So the concept of individual differences means to quantitative differences found among individuals in respect of a specific trait or various traits. അതായത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, അതായത് എല്ലാ വ്യക്തികളും ചിലപ്പോ ചില കാര്യങ്ങളിൽ സെയിം ആയിരിക്കും. പൊതു സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ, ചില കാര്യങ്ങളിൽ ചില പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകാം. പക്ഷേ എന്താണ്, അവയുടെ തോത് ആളുകളിൽ വ്യത്യസ്തമാണ്. അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആളുകളിൽ വ്യത്യസ്തമാണ്. ഓക്കെ, അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എല്ലാ ആളുകളും, നമ്മുടെ മലയാളികളാണ്, കേരളത്തിലുള്ളവരാണ് നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്ന ആളുകളാണ്. ആണോ? എല്ലാ ദിവസവും എല്ലാവരും കുളിക്കാറുണ്ടോ? ഉണ്ടോ? എല്ലാ ദിവസവും എല്ലാവരും കുളിക്കാറുണ്ട് അല്ലെ? പക്ഷേ ആ കുളിക്കുന്ന രീതി, അതുപോലെ അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, എല്ലാവർക്കും പൊതു സ്വഭാവങ്ങൾ ഉണ്ട്, എല്ലാ മനുഷ്യർക്കും. പക്ഷെ അതിന്റെ തോത്, അതിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത്. എല്ലാവരും ഡെയിലി കുളിക്കുന്ന ആളുകളാണ്. പക്ഷെ ചിലവര് കുളിക്കുന്നതിന്റെ സമയം വേണമെങ്കിൽ കൂടാം. ചിലവര് 1 മണിക്കൂർ എടുക്കാം, ചിലവർ അരമണിക്കൂർ എടുക്കാം, ചിലവര് 5 മിനിറ്റ് കൊണ്ട് കുളിക്കും. ഓക്കെ, അപ്പോ അങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അളവിലാണ് എന്ത് വരുന്നത്, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കാം, പ്രോബ്ലംസ് കൂടുതലായിരിക്കാം. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകും, ഇല്ലേ? പ്രോബ്ലം ഇല്ലാത്ത ആളുകൾ ഉണ്ടോ ഈ ലോകത്ത്? ഇല്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ട് അല്ലെ? ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും എന്തുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതിന്റെ തോത് എന്ന് പറയുന്നത്, അതിന്റെ അളവ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാകാം. ഓക്കെ, ഇപ്പൊ എനിക്കുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അല്ലെ? എന്റെ വിഷമത്തിന്റെ ആ ഒരു ഡെൻസിറ്റി, എന്റെ തീവ്രത എന്നേക്കാളും കുറവായിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് അനുഭവപ്പെടുക. ബുദ്ധിമുട്ടുണ്ടാകും. ബുദ്ധിമുട്ട് ഇപ്പൊ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കും, ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അസുഖം വരുമ്പോൾ നമുക്ക് അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അല്ലെ? ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാകാം, ചിലപ്പോൾ ഫീവർ ഉണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ അത് നമ്മൾ മരുന്ന് കഴിക്കും തോറുമാണ് അതിന്റെ തോത് കുറഞ്ഞു വരിക. ഓക്കെ, അപ്പൊ ചില ആളുകളില് അതിന്റെ തീവ്രത കൂടുതലായിരിക്കാം. ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാലോ, സാമ്പത്തിക ഫിനാൻഷ്യൽ ആയിട്ട് തീരെ, അതായത് ദരിദ്രരായിട്ടുള്ള ആളുകളില്ലേ, നമുക്കറിയാം ബെഗറായിട്ടുള്ള, അതായത് ഭിക്ഷ എടുക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കാം. എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെന്ന് പറയുന്നത് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ് അല്ലെ? അപ്പൊ അതിനകത്ത് വ്യത്യാസങ്ങൾ വരാം. ചിലർക്ക് ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാക്കാം, ചിലർക്ക് ബുദ്ധിമുട്ട് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തില് എന്താണ്, ആളുകളെ എന്താ പറയാ, സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് കാണുന്ന ഒരു രീതിയാണ് ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ കണ്ടന്റ് എന്ന് പറയുന്നത്, ആളുകള് ചില കാര്യങ്ങളിൽ ഏകദേശം ഒരുപോലെയാണെങ്കിലും ആ കാര്യങ്ങളിൽ തന്നെ എന്തെങ്കിലും ഒരു തോത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ, അളവിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് ദുഃഖം കൂടുതലായിരിക്കാം, ചിലർക്ക് ദുഃഖം കുറവായിരിക്കാം. അങ്ങനെയുള്ള ചിലവരെന്തെങ്കിലും ദുഃഖങ്ങൾ വരുമ്പോൾ അലറി നിലവിളിക്കാറുണ്ട് അല്ലെ?
ചിലവരാണെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കാറുണ്ട്. എന്തുകൊണ്ടുള്ള വ്യത്യാസം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അളവിലുള്ള വ്യത്യാസം കൊണ്ടല്ലേ? ആണോ? ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടല്ലേ? അങ്ങനെയാണ് ഏറ്റക്കുറച്ചിലുകള് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? Okay, miss. Okay. Then first point ഇവിടെ പറയുന്നത് normal distribution of traits. All measures of traits that contribute to individual difference tend to distribute themselves as per the laws of normal probability curve. അതായത് ഈ ഒരു NPC എന്ന് പറയും കേട്ടോ, നോർമൽ പ്രോബബിലിറ്റി കർവിനെ പറയുന്നതാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് NPC എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും സാധാരണ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകും. എന്തെങ്കിലും, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോ വിഷമങ്ങൾ ഉണ്ടാകാം, സന്തോഷം ഉണ്ടാവാം, ദുഃഖം ഉണ്ടാകാം, അതുപോലെ എക്സൈറ്റ്മെന്റ് ഉണ്ടാകാം, ടെൻഷൻ ഉണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ള കാര്യങ്ങളാണ് അല്ലെ? എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണത്. പക്ഷെ അതിന്റെ തോതിലാണ് വ്യത്യാസം വരുന്നത്. ദാറ്റ് ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേറ്റ്സ്. ഇതിനകത്ത് NPC എന്ന് പറയുന്നത് ഒരു കർവാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ആ ഒരു കർവിന്റെ ഒരു ഗ്രാഫ് പോലെയാണ്. ആദ്യം താഴ്ന്നാണ് ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴെ വരും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെയാണ് വരുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ആ ഗ്രാഫില് ഒരു മല പോലെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഏറ്റവും താഴെ നിന്ന് വരച്ചിട്ട് ഏറ്റവും മുകളിൽ വന്നിട്ട് വീണ്ടും താഴേക്ക് പോവുക. ദാറ്റ് ഈസ് NPC. അതായത് ഇത് മനുഷ്യന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളെ ഗ്രാഫ് ചെയ്യുന്നതാണ് എന്ത് NPC എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു തരാം. നമുക്കൊക്കെ വിഷമങ്ങൾ വരാറുണ്ട് അല്ലെ? എല്ലാവർക്കും വിഷമങ്ങൾ വരാറുണ്ടോ? എല്ലാവർക്കും വിഷമങ്ങൾ വരാറുണ്ട്. നമ്മൾക്ക് തീരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഒരു മൊമെന്റില് നമ്മൾ ആ വാർത്ത കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് വിഷമിക്കും അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സ് വിഷമം, അതായത് ആ ഒരു സങ്കടം നമ്മുടെ മുഖത്തും റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കർവ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പോയിന്റിലായിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഒരു ബാഡ് ന്യൂസ് കേൾക്കുന്ന ഒരു മൊമെന്റില് എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ബാഡ് ന്യൂസ് ആ കേൾക്കുന്ന ആ ഒരു മൊമെന്റില് നമ്മൾക്ക് സങ്കടം വരാനായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ ഈ ഒരു NPC എന്ന് പറയുന്ന കർവ്, ആ ഗ്രാഫ് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മുടെ മുഖത്ത്, നമ്മുടെ ഫേസിൽ ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു വിഷമൊക്കെ റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കരയാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഗ്രാഫ് ഏറ്റവും മുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ കുറെ നേരം എന്ത് ചെയ്യുന്നു? നമ്മള് കരയുന്നു. അങ്ങനെ കുറെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുവോ? അതിനൊരു ബ്രേക്ക് ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ കരയുന്ന സമയം ഉണ്ടാവോ? ബ്രേക്ക് ഉണ്ടാവോ? അപ്പൊ ഏറ്റവും മുകളിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് അലറി ആയിരിക്കാൻ ചിലപ്പോ നിലവിളിക്കുന്നത്. കുറെ ചിലപ്പോ മണിക്കൂറുകൾ, ഇപ്പൊ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? അലറി ചിലപ്പോ നിലവിളിച്ചെന്ന് വരാം. ഓക്കെ, പെട്ടെന്ന് നമ്മളെ ആരെങ്കിലും ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ആശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ഗ്രാഫ് നേരെ താഴെ വരാം. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു വിഷമം കുറച്ച് ഓവർകം ചെയ്തു കഴിഞ്ഞു എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. നമുക്ക് സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വിചാരിക്കും. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുവോ? ദിവസം മൊത്തം നിൽക്കുവോ? ആ ഒരു മൊമെന്റില് നമുക്ക് എന്താണ്, അതായത് നമ്മൾക്കിപ്പോ നിങ്ങൾ ഒരു വിചാരിക്കാം, നിങ്ങൾക്കൊരു മോണ്ടിസോറി ടീച്ചറായിട്ട് നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരെയാണെന്ന് വിചാരിക്കാം. അപ്പോ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആ അപ്പോയിന്റ്മെന്റ് റിസീവ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ സന്തോഷം അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ എത്തും. ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിരിക്കും. കാരണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആരെ വിളിച്ച് പറയണം, സ്റ്റാറ്റസ് ഇടണോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആരോടാണ് ആദ്യം പറയേണ്ടത്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു മൂർധന്യാവസ്ഥയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരോടും അത് ഷെയർ ചെയ്ത് രാത്രി ആയപ്പോഴത്തേനും അതിന്റെ ആ ഒരു ഗ്രാഫ് കുറഞ്ഞു വന്നു.
ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ദാറ്റ് ഈസ് NPC. നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാലോ ഈ ഗ്രാഫ് അനുസരിച്ചിട്ടാണ് നമ്മുടെ മനോനില അളക്കുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ഗ്രാഫ് അനുസരിച്ചിട്ടാ വരിക. ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കില്ല. നമ്മൾക്ക് മനുഷ്യരാണ്, നമ്മൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകും, നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകും. മിക്സഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ദൈവം നമുക്ക് തരാം. ഒരിക്കലും ഒരു വ്യക്തിയും കൂടുതൽ കാലം സന്തോഷിക്കുകയും ഇല്ല, കൂടുതൽ കാലം സങ്കടപ്പെടുകയും ഇല്ല. ഓക്കെ, അപ്പൊ അതിന്റെ തോതെന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ആദ്യം സ്റ്റാർട്ട് ചെയ്യും. സന്തോഷം വരുവാണെങ്കിൽ ആദ്യം കുറച്ച് ഇപ്പോ എന്താ പറയാ എന്താണ് പറയാന്നുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ ഞാൻ പറഞ്ഞ കാര്യത്തോടനുബന്ധിച്ച്? നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാമോ, ഈ ഗ്രാഫുമായിട്ട്? ഒന്ന് ഓർത്തു നോക്കിയേ. ഒന്നുമില്ലേ? പറയട്ടെ? ആ പറഞ്ഞു. ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പറ്റിയ സമയത്തുള്ള ഗ്രാഫ്, ഇപ്പോഴുള്ള കഷ്ടപ്പാട്. പറഞ്ഞോ അഞ്ജു, ചിരിക്കണ്ട, പറഞ്ഞോളൂ. ഇപ്പം വീട്ടിലറിയുമ്പോഴത്തേക്കുള്ള ആദ്യത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. പക്ഷേ എന്താണ് സെയിം കാസ്റ്റ്, അതിലൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുമല്ലോ. എന്നാലും അവർക്ക് സമ്മതിച്ചേരാൻ ആദ്യത്തെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഓക്കെ പറഞ്ഞ് ജാതകം ചേരും, ഓക്കെ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ സന്തോഷം കയറി കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു കുടുംബജീവിതമായി, പിന്നെ മക്കള്, പിന്നെ ഓരോ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോ ആ ഗ്രാഫ് പതുക്കെ താരില്ലേ. ഗ്രാഫ് താഴും അല്ലെ? ശരിയാണ്, അഞ്ജു പറഞ്ഞത് ശരിയാണ്. നമ്മളിപ്പോ ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്തു, അപ്പൊ നമ്മുടെ സന്തോഷം സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു ജേണി തുടങ്ങി അല്ലെ. പിന്നെ കല്യാണ ദിവസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം, കല്യാണ ദിവസം എന്ന് പറയുന്നത് സന്തോഷം ഏറ്റവും പീക്കിൽ നിൽക്കുക, ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുക അല്ലെ. ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും ഉണ്ടാവുക. പിന്നെ ആ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ആ ഗ്രാഫ് താഴ്ന്നു വരും. ഓക്കെ, ഇത് തന്നെയാണ് എല്ലാവരുടെയും കാര്യവും. എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു മരണം ഉണ്ടായെന്ന് വിചാരിക്കരുത്, നമുക്ക് സങ്കടം വരും, ഭയങ്കരമായിട്ട് നമ്മൾ അലറി നിലവിളിക്കും അല്ലെ. അപ്പോഴാ പീക്ക് പോയിന്റിലായിരുന്നത്. പിന്നീട് ആ ഒരു രാത്രി കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ അതിന്റെ ആ ഒരു നിലവിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ആ ഒരു താഴേക്ക് വരും ഗ്രാഫ്. അപ്പൊ ഏതൊരു കാര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. കുഞ്ഞുങ്ങളുടെ കേസിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങള് ആദ്യമൊക്കെ ഒരു സാധനം കിട്ടാനായിട്ട്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം, അത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് വിചാരിക്കുക, അവര് കരയാനായിട്ട് ആരംഭിക്കും, ഭയങ്കരമായിട്ട് നിലവിളിക്കും, ഭയങ്കര ഒച്ചപ്പാടെടുക്കും, വാശി കാണിക്കും അല്ലെ. അത് കുറച്ചു നേരത്തേക്ക് മാത്രം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവരുടെ ഗ്രാഫ് താഴ്ന്നു വരുന്നതായിട്ട് കാണാം, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഗ്രാഫ് ചെയ്യുന്നത്. മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ സ്വഭാവങ്ങള്, അവനുണ്ടാക്കുന്ന സംഭവങ്ങള് ഈ ഒരു NPC എന്ന് പറയുന്ന കർവിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ചിത്രീകരിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, there exist both inter-individual and intra-individual differences. Individuals not only differ among themselves with regard to a specific trait, but differences may also notice that. One second.
അടുത്തത് നോക്കാം നമുക്ക്. എന്താ പറയുന്നത് നോക്കാം. ബി പോയിന്റ് അല്ലേ? Specific trait but differences may also be noticed within the same individual when he is studied in respect of various traits. Okay. അതായത് ഇവിടെ ഇൻഡിവിജ്വൽ, ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസും പറയുന്നുണ്ട്. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനും മഞ്ജുവും. ഓക്കെ, മഞ്ജുവും ഞാനും രണ്ടുപേരും വ്യത്യസ്തരാണ് അല്ലെ? രണ്ടുപേരുടെ കാഴ്ചയിൽ കാണാനായിട്ട് വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ സംസാര ശൈലി വ്യത്യസ്തമാണ്. എന്റെ സ്വഭാവം മഞ്ജുവിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. അങ്ങനെ പല കാര്യങ്ങളിലും ഞങ്ങൾ വ്യത്യസ്തരാണ്. അതിനെയാണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ഡിഫറൻസിനെ എന്ത് പറയുന്നു? ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നു. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നാണ്. ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതെന്താണ്? അതായത് ഒരാൾക്ക് തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ എനിക്ക് എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നിൽ തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് ചിലപ്പോ ദേഷ്യം കൂടുതലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദേഷ്യം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സങ്കടം വരുന്നത് കുറവായിരിക്കും ഉണ്ടാവുക. ദേഷ്യക്കാരനാണ്, ഓക്കെ, സങ്കടം വരുന്നത് കുറവാണ്. ഓക്കെ, പിന്നെ സന്തോഷം വന്നാല് ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആരെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞാല് ഓവറായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ഡിഫറൻസ് ഉണ്ട് എനിക്ക്. ഇതിനെയാണ്, അപ്പൊ ഒരാളിൽ തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നു. ഇനി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസത്തെ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നു. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഒരാളിൽ തന്നെ ഉള്ള പലതരം വ്യത്യാസങ്ങൾ, അതായത് പലതരം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. സന്തോഷം കൂടുതലായിരിക്കാം, സങ്കടം കുറവായിരിക്കാം, ദേഷ്യം കൂടുതലായിരിക്കാം. അങ്ങനെ ഒരാളിൽ തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളെയാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഞാനും മറ്റൊരു വ്യക്തിയെയും കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും സ്വഭാവങ്ങളെയും രൂപങ്ങളെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എയും ബിയും അതാണ് കേട്ടോ പറയുന്നത്. എ പോയിന്റ് ഗ്രാഫ് ആണ് പറയുന്നത്. ബി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസത്തെയും ഒരു വ്യക്തിയിലുള്ള പലതരം ഗുണങ്ങളെയും തമ്മിലുള്ള വ്യത്യാസത്തെയുമാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നിങ്ങളൊന്ന് വായിക്കാം കേട്ടോ. എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ, ഇത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് കൂടുതലുണ്ട് പറയാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നത്? ഞാനാ മാം. Thank you for conducting today's class so well. Your dedication and support have made this online class a valuable and enjoyable experience. Thank you, ma'am. Okay, thank you. അപ്പൊ വൈൻഡപ്പ് ചെയ്യാനായിട്ട് കാണാം.